കിട്ടൂല. അത് അതിൻ്റെ റിയാലിറ്റിയാണ്. നിങ്ങൾക്ക് എന്തായാലും കിട്ടൂല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സും ഇക്വേഷൻസും പിന്നെ നിങ്ങൾ മറന്നു പോകാൻ ചാൻസ് ഉള്ള എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ അത് ഇതിൻ്റെ ഒരു റിയാലിറ്റിയാണ്. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത്. കാരണം എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് മാർക്ക് സ്കോർ ചെയ്ത ഒരാളൊന്നുമില്ല. പക്ഷേ അതിലൊന്നും കാര്യമില്ല. ഞാനും ഇങ്ങനത്തെ തന്നെയായിരുന്നു വിചാരിച്ചത്. കൺസിസ്റ്റൻ്റായി മാർക്കും റാങ്കും ഇല്ലെങ്കിൽ ലാസ്റ്റിലേക്ക് അതപ്പോൾ തന്നെ ചെക്ക് ചെയ്യാൻ നോക്കുക. നിങ്ങൾ എക്സാം കഴിഞ്ഞ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ആ പേപ്പർ ചെക്ക് ചെയ്താൽ അതിന് കുറച്ചുകൂടി എഫക്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി മൈൻഡിൽ നിൽക്കും ആ മിസ്റ്റേക്ക് എന്താണ്, നിങ്ങൾ എന്താണ് എക്സാം എഴുതിയപ്പോൾ ചിന്തിച്ചത്. ഹായ് ഓൾ, എൻ്റെ പേര് മൂസ ഷാഹിൻ. ഞാൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കണ്ണൂരിലെ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഞാൻ പഠിച്ചത് ബ്രില്യൻറ്റിലെ കോഴിക്കോട് സെൻട്രലിലെ J14 ബാച്ചിലായിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 25th മുതൽ ഇനി മോഡൽ എക്സാം തുടങ്ങുകയാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഒരു ലാസ്റ്റ് ഫേസിലേക്ക് എത്തിയിരിക്കുന്നു. നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ വീക്കിലി എക്സാം എഴുതിയിട്ടായിരിക്കും ശീലിച്ചിട്ടുണ്ടാവുക. സോ ഇനി മുതൽ നിങ്ങൾ കമ്പൈൻഡ് യൂണിറ്റ്സും ഓൾ യൂണിറ്റ്സും ഒക്കെ എഴുതാൻ പോവാണ്. ഞാൻ എൻ്റെ ഒരു പ്രിപ്പറേഷൻ ഫേസിൽ ഞാൻ ഈ ഒരു സമയത്ത് ചെയ്തത് എന്താണെന്ന് ഞാൻ പറയാം. ഓരോ സബ്ജക്റ്റ് വെച്ച് ഡീൽ ചെയ്യാനാണെങ്കിൽ ഫിസിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫിസിക്സ് ഇസ് ഓൾ അബൌട്ട് ക്വസ്റ്റ്യൻസ്. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ പഠിക്കണം. പക്ഷേ നമ്മൾ വെറുതെ ഇരുന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മളതിലെ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ബേസിക്കായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ഈസിയറായിട്ട് ഫിസിക്സ് പോകും. പിന്നെ ഫിസിക്സിലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങളൊരു ഇക്വേഷൻ ബുക്ക് കീപ്പ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഭയങ്കര ബെനിഫിഷ്യലായിരിക്കും. നിങ്ങൾക്ക് ഇപ്പം അത് ഫീൽ ചെയ്തില്ലെങ്കിലും ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും ഇൻഡിവിജ്വലി പോയി നോക്കി പഠിക്കാനുള്ളൊരു ടൈം നിങ്ങൾക്ക് കിട്ടിക്കോളുന്നില്ല. കിട്ടൂല. അത് അതിൻ്റെ റിയാലിറ്റിയാണ്. നിങ്ങൾക്ക് എന്തായാലും കിട്ടൂല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സും ഇക്വേഷൻസും പിന്നെ നിങ്ങൾ മറന്നു പോകാൻ ചാൻസ് ഉള്ള എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതിക്കൊണ്ട് ഒരു ബുക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യുക ഓരോ ചാപ്റ്ററിൽ. അത് നിങ്ങൾക്ക് ലാസ്റ്റിലേക്കൊക്കെ ഭയങ്കര ബെനിഫിഷ്യലായിരിക്കും. നിങ്ങൾ നീറ്റിൻ്റെ അന്ന് പോലും രാവിലെ ഒക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതിയാവും. കാരണം നിങ്ങൾ ഇനി ഇത്രയും കാലം മോഡൽ എക്സാം ആണല്ലോ. അപ്പം എല്ലാ ദിവസവും അത് തന്നെ വായിച്ച് നിങ്ങൾക്കൊരു മെമ്മറി ഉണ്ടാവും. അത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയാനുള്ളത് കെമിസ്ട്രി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓർഗാനിക്, ഇൻഓർഗാനിക് ആൻഡ് ഫിസിക്കൽ കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾക്ക് മെക്കാനിസം അറിയാമെന്നുണ്ടെങ്കിലും ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ മെക്കാനിസം പഠിക്കാനുള്ള എഫേർട്ട് മാത്രം ഇട്ടാൽ മതി. നിങ്ങൾക്ക് മെക്കാനിസം അറിയെങ്കിൽ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് പോകാൻ പറ്റും. അതാണ് ഓർഗാനിക് കെമിസ്ട്രി. ഇനി പറയുന്നത് ഇൻഓർഗാനിക് കെമിസ്ട്രി. ഇൻഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾക്ക് ഭയങ്കര ഒരു വോളറ്റൈൽ സബ്ജക്റ്റാണ് ഇൻഓർഗാനിക് കെമിസ്ട്രി. നിങ്ങൾ എത്ര പഠിച്ചാലും അത് മറന്നു പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളത് മറക്കാതിരിക്കാനുള്ള വഴികൾ നോക്കുക. നിമോണിക് ഉണ്ടാക്കുക, കോഡായിട്ട് പഠിക്കുക, ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക, ഷോർട്ട് നോട്ട് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. അപ്പം നിങ്ങളത് മറക്കാതെ ഇരിക്കാനുള്ളൊരു ടെക്നിക്ക് നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെക്കുക. പിന്നെ പറയാനുള്ളത് ഫിസിക്കൽ കെമിസ്ട്രി കുറച്ചുകൂടി ഫിസിക്സ് ലൈക്ക് അപ്രോച്ചാണ്. കുറച്ചുകൂടി ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് പഠിക്കുക, കുറച്ചുകൂടി കൺസെപ്റ്റ് മനസ്സിലാക്കി കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോവുക. പിന്നെ പറയാനുള്ളത് ബയോളജി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. NCERT തന്നെ വായിക്കുക. കൂടുതൽ പുറത്തേക്കൊന്നും പോവാതെ വിത്തിൻ NCERT എന്താണ് പറഞ്ഞിട്ടുള്ളത് അത് ഭയങ്കര വൃത്തിക്ക് പഠിക്കുക. NCERT വായിച്ചുകൊണ്ടേ ഇരിക്കുക. NCERT നിങ്ങൾ എത്ര വായിച്ചാൽ നിങ്ങൾക്ക് ഒരു തവണ കൂടി വായിച്ചാൽ നിങ്ങൾക്ക് മേ ബി ഒരു പുതിയൊരു സാധനം കിട്ടും. വായിക്കുക എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാ പേജും വായിക്കുക. സ്റ്റാർട്ടിങ് ഫ്രം ഇൻട്രൊഡക്ഷൻ, പ്രിഫേസ്, ഓരോ സയൻറ്റിസ്റ്റിനെ കുറിച്ചുള്ളത്, പിന്നെ ബാക്കിലെ ഇൻഡെക്സ് ക്വസ്റ്റ്യൻ എല്ലാം വായിക്കുക ബയോളജിയിൽ. അപ്പം അതാണ് 3 സബ്ജക്റ്റും എങ്ങനെ ഡീൽ ചെയ്യേണ്ടതെന്നുള്ളത്. ആൻഡ് ഇനി പറയാനുള്ളത്, നിങ്ങൾക്കിപ്പം ജനുവരി മുതൽ ഇനി മെയ് എക്സാമിൻ്റെ തലേ ദിവസം വരെ നിങ്ങൾക്ക് മോഡൽ എക്സാം ആയിരിക്കും. നമുക്ക് എല്ലാ ദിവസവും ഒരേപോലെ പ്രിപ്പയർ ചെയ്ത് ഒരേപോലെ മാർക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, റാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുക, അതൊന്നും പറ്റിക്കൊള്ളുന്നില്ല. അത് ഇതിൻ്റെ ഒരു റിയാലിറ്റിയാണ്. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത്. കാരണം എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് മാർക്ക് സ്കോർ ചെയ്ത ഒരാളൊന്നുമില്ല. പക്ഷേ അതിലൊന്നും കാര്യമില്ല. ഞാനും ഇങ്ങനത്തെ തന്നെയായിരുന്നു വിചാരിച്ചിരുന്നത്. കൺസിസ്റ്റൻ്റായി മാർക്കും റാങ്കും ഇല്ലെങ്കിൽ ലാസ്റ്റിലേക്ക് റെഡി ആയില്ലെങ്കിലോ ആ ഒരു ഫീൽ നമുക്ക് എന്തായാലും തോന്നും. പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ മെയ് എക്സാമിൻ്റെ അന്ന് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ അപ്രോച്ച് ചെയ്യുന്നത്, അതേ മാറ്റർ ചെയ്യുള്ളൂ. അത് നിങ്ങളിപ്പം മാക്സിമം എഫേർട്ട് കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അന്ന് എന്തായാലും കിട്ടും. പിന്നെ
ഇപ്പം ഇൻ കേസ് നമുക്കിപ്പോൾ എക്സാമിനൊക്കെ മാർക്ക് കുറഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ മെൻറ്റേഴ്സിനെ അപ്രോച്ച് ചെയ്യുക, മെൻറ്റേഴ്സിനോട് പോയി സംസാരിക്കുക, ഡയറക്ടേഴ്സിനെ പോയി കാണുക. അവരൊക്കെ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളെന്തായാലും അവർ ഹെൽപ്പ് ചെയ്തിരിക്കും. പിന്നെ പറയാനുള്ളത്, എക്സാം കഴിഞ്ഞിട്ട് നമുക്കപ്പോൾ തന്നെ ആൻസർ കീ കിട്ടും. ആൻസർ കീ കിട്ടുമ്പം അതപ്പോൾ തന്നെ ചെക്ക് ചെയ്യാൻ നോക്കുക. നിങ്ങൾ എക്സാം കഴിഞ്ഞ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ആ പേപ്പർ ചെക്ക് ചെയ്താൽ അതിന് കുറച്ചുകൂടി എഫക്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി മൈൻഡിൽ നിൽക്കും ആ മിസ്റ്റേക്ക് എന്താണ്, നിങ്ങൾ എന്താണ് എക്സാം എഴുതിയപ്പോൾ ചിന്തിച്ചത്, അത് എന്തുകൊണ്ടാണ് തെറ്റിയത്. ഇനിയിപ്പം നിങ്ങൾക്ക് തെറ്റിയത് മനസ്സിലായില്ലെങ്കിൽ പ്രൊഫസേഴ്സിനോട് അപ്പോൾ തന്നെ പോയി ക്ലാരിഫൈ ചെയ്യാം. എന്താണ് അതിലെ തെറ്റെന്താണ്, ആ ഒരു മേ ബി ചിലപ്പം കൺസെപ്റ്റിൽ ചെറിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും, അതപ്പോൾ തന്നെ ക്ലാരിഫൈ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു കറക്ഷൻ ബുക്ക് കീപ്പ് ചെയ്യുക. ഓരോ എക്സാമിലും നിങ്ങൾക്ക് പറ്റുന്ന മിസ്റ്റേക്ക് എഴുതി വെക്കുക. അത് എന്നിട്ട് ലാസ്റ്റിലേക്ക് മോഡൽ എക്സാമിൻ്റെ ലാസ്റ്റിലേക്കൊക്കെ എത്തുമ്പോൾ നിങ്ങളത് മാത്രമായിട്ട് ഇങ്ങനെ നോക്കുക. നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിലും ഏത് ഭാഗമാണ് നിങ്ങൾക്ക് കൂടുതൽ മിസ്റ്റേക്ക് പറ്റുന്നത്, അത് കുറച്ചുകൂടി ആ ടോപ്പിക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പോവുക. കാരണം നിങ്ങൾക്ക് അതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് തെറ്റുന്നത്. അപ്പോൾ നിങ്ങൾ അത് കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പോകാൻ നോക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു ഡെയിലി റുട്ടീനെ കുറിച്ചാണ്. നിങ്ങൾ കുറച്ചുകൂടി സ്ട്രക്ചേർഡായിട്ട് പോകാൻ നോക്കുക. രാത്രി വൈകിയിരുന്ന് രാവിലെ ഉറങ്ങി അങ്ങനെ പഠിക്കുന്നവരുണ്ടാവും, അങ്ങനെ പഠിച്ചോട്ടെ. പക്ഷേ അല്ലാണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി സ്ലീപ്പിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഈ ഒരു സമയത്ത്. കാരണം നിങ്ങൾ കുറേ പഠിച്ച് തീരെ ഉറങ്ങിയില്ല, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഉറങ്ങണം. അപ്പോൾ ആ ഒരു നമ്മളൊരു റുട്ടീനൊക്കെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക ഈ ഒരു സമയത്ത്. നല്ലപോലെ ഭക്ഷണം കഴിക്കുക, നല്ലപോലെ ഉറങ്ങുക, പിന്നെ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു സമയത്താണ് എല്ലാവർക്കും ഭയങ്കര കോമ്പറ്റീറ്റീവ് മൈൻഡ് ഉണ്ടാകുന്നത്. നമ്മുടെ റൂംമേറ്റ്സിനായിട്ടൊക്കെ കമ്പയർ ചെയ്യും, നമ്മൾ ബാച്ചിലറായിട്ട് കമ്പയർ ചെയ്യും. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങളെങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു അതൊക്കെ മാറ്റർ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. നമുക്ക് കിട്ടും, നമ്മളെ തന്നെ വിശ്വസിക്കുക. ഉറപ്പായിട്ട് നമുക്ക് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് നല്ലൊരു എക്സാം ആവട്ടെ 2026 നീറ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.